ഇനി കണ്ണ് വെട്ടിക്കാനാകില്ല. AI ക്യാമറകൾ വീണ്ടും പ്രവർത്തന സജ്ജം. സംസ്ഥാനത്ത് AI ക്യാമറകൾ വീണ്ടും കണ്ണു തുറന്നു. കെൽട്രോണുമായി ധാരണയായതിനെ തുടർന്നാണ് MVD ക്യാമറകൾ വീണ്ടും പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ജിയോ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുടെ ഇടപെടലിലാണ് പ്രശ്ന പരിഹാരമായത്. ഇതോടെ ക്യാമറ വഴിയുള്ള ഫൈൻ ചുമത്തൽ തുടങ്ങിയിട്ടുണ്ട്. MVD റോഡുകളിൽ സ്ഥാപിച്ചിരുന്ന 726 ക്യാമറകളാണ് പ്രവർത്തനം നിലച്ചിരുന്നത്. 55 കോടി രൂപയാണ് കെൽട്രോണിന് റോഡ് സേഫ്റ്റി അതോറിറ്റി നൽകേണ്ടിയിരുന്നത്. പണമില്ലാത്തതുകൊണ്ട് ഇന്റർനെറ്റ് സേവനദാതാക്കളായ ജിയോയ്ക്ക് പണം അടയ്ക്കാൻ കെൽട്രോണിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയായിരുന്നു. ഇതോടെ AI ക്യാമറ വഴി റെക്കോർഡ് ചെയ്യപ്പെട്ട നിയമലംഘനങ്ങൾ MVD ഡാറ്റാബേസിലേക്ക് അയക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് മന്ത്രി ഇടപെട്ട് ധാരണയാക്കിയത്. മോട്ടോർ വാഹന വകുപ്പിനായി AI ക്യാമറകളുടെ പ്രവർത്തനവും പരിപാലനവും കെൽട്രോണാണ് നിർവഹിക്കുന്നത്. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് 3 മാസം കൂടുമ്പോൾ 12 കോടിയോളം രൂപ നൽകണമെന്നാണ് കരാർ. എന്നാൽ ഈ തുക മുടങ്ങിയതോടെയാണ് AI ക്യാമറകളുടെ പ്രവർത്തനം അവതാളത്തിലായത്. സംസ്ഥാനത്തെ AI ക്യാമറകൾ കണ്ണടച്ചെന്നും പിഴ ഈടാക്കുന്നില്ലെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ നിയമലംഘനങ്ങൾ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു. ക്യാമറകൾ വഴി റെക്കോർഡ് ചെയ്യപ്പെട്ട നിയമലംഘനങ്ങൾ MVDയുടെ ഡാറ്റാബേസിലേക്ക് അയക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് പ്രശ്നം. നിയമലംഘനത്തിന് കൂട്ടത്തോടെ ചലാൻ അയക്കാനുള്ള സംവിധാനം AI ക്യാമറകൾക്ക് ഉണ്ട്. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ സെർവറിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നിയമലംഘനങ്ങളിൽ കൂട്ടത്തോടെ ചലാൻ വരുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല.